പ്രൈസ് ലോർഡ്. നിങ്ങൾ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ച് തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഏപ്രിൽ മാസം 27 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അവൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കുവാൻ പോവുകയാണ്. ഇതാ, ഈ വായിച്ചു കേട്ട വചന പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുവും ശിഷ്യന്മാരും ഇത് അക്കരയ്ക്ക് പോവുകയാണ്. അക്കരയ്ക്ക് പോകുന്ന ആ സമയത്ത് ആ പടകിൽ അമരത്ത് തല വെച്ച് ഉറങ്ങുന്ന യേശുവിനെ നമുക്ക് കാണാം. ഹല്ലേലൂയ. എന്നാൽ മുമ്പോട്ട് പോകുന്ന അനുഭവത്തിൽ ഇതാ പടക് മുങ്ങുമാറാകുകയാണ്. കാറ്റ് കൊണ്ടും തിരമാല കൊണ്ടും പടക് മുങ്ങുമെന്ന് തോന്നുമ്പോൾ ശിഷ്യന്മാർ പറയുന്നു, ഇനി ഞങ്ങൾക്ക് മുമ്പോട്ടൊരു വഴിയില്ല. ആ നിലകളിൽ നിലവിളിക്കുന്ന ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ഗുരോ, ഞങ്ങൾ നശിക്കുന്നതിൽ അങ്ങേക്ക് വിചാരമില്ലയോ? ആ വിചാരമില്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് നാം വായിച്ച കുറിവാക്യം നാം കാണുന്നത്. എന്നെ കേൾക്കുന്നവരെ, എന്നെയും നിങ്ങളെയും വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ പടകിൽ വെളിപ്പെട്ട പ്രതികൂലത്തിന് യേശുവിനെ എഴുന്നേൽപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, ആ വലിയ ചുഴലിക്കാറ്റിന്, ആ വലിയ തിരമാലകൾക്ക്, ആ പടകിനെ മുക്കുമെന്ന് തോന്നുന്ന വലിപ്പത്തിൽ വെളിപ്പെട്ട ഒന്നിനും യേശുവിനെ എഴുന്നേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെ യേശു സാഹചര്യങ്ങൾക്ക് മുകളിലാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ സാഹചര്യത്തിൽ അവസാനിക്കുമെന്നും തീരുമെന്നും ഒക്കെ പറയുന്ന അനേകർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ, നിങ്ങളുടെ നിലവിളിയിൽ എൻ്റെ കർത്താവ് എഴുന്നേൽക്കാൻ പോവുകയാണ്. ഇതാ, എല്ലാം തീരുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചുണർത്തുമ്പോൾ അവൻ എഴുന്നേൽക്കുകയാണ്. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ വലിയ ശാന്തത ഉണ്ടാകുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവം എന്നോട് പറഞ്ഞു, ഇന്ന് ദൈവം നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ മിനിറ്റിലൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങുക. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രതീക്ഷയിൽ എല്ലാം അഴിയും അടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിലെ നുണര് കർത്താവ് നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്നത് കാണുകയാണ്. ആരൊക്കെയോ എന്നെ കേൾക്കുന്നവർ ചോദിക്കുന്നു, എങ്ങനെയാണ് എനിക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുന്നത്? യോബിൻ്റെ പുസ്തകത്തിനകത്ത് വ്യക്തമായി നമ്മോട് പറയുകയാണ് ദൈവം എഴുന്നേൽക്കുന്ന വിധം എങ്ങനെയാണെന്നുള്ളത്. ഇതാ, യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങൾ. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ, 6-ാമത്തെ വാക്യം, നീ നിർമ്മലനും നേരുള്ളവനെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥലമാക്കും. ഇത് യോബ് നമ്മോട് പറയാണ്, നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ, നീ നിർമ്മലനും നേരുള്ളവനും ആണെങ്കിൽ എൻ്റെ ദൈവം ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്ന് എഴുന്നേറ്റ് വരാൻ പോവുകയാണ്. നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ അവൻ യഥാസ്ഥാനപ്പെടുത്തും.
നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ശ്രദ്ധയോടാണ് ദൈവത്തെ വിളിക്കുകയും സർവശക്തനോടാണ് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, അതേ നിലയിൽ തന്നെ നിങ്ങൾ നിർമ്മലനും നേരുള്ളവനുമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധി ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവരെ വിശുദ്ധിയോടെ പൂർണ്ണതയോടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് അടുക്കാൻ പറ്റുമെങ്കിൽ ദൈവം എഴുന്നേൽക്കുന്ന ഒരു അനുഭവമാണ്. അതേ തലത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നിന്നെ അവൻ യഥാസ്ഥാനപ്പെടുത്താൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ ദൈവം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ എഴുന്നേൽപ്പെന്ന് കാണാൻ തയ്യാറാകണം. 68-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാമത്തെ വാക്യം നമ്മൾ ഒരുമിച്ചൊന്ന് വായിക്കാൻ പോവുകയാണ്. ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, അവനെ പകയ്ക്കുന്നവർ അവൻ്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. ഈ വചനം വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ഈ പ്രഭാതം എന്നെ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ വായിച്ചത്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ, ശത്രു ജയം പറയുന്ന പകലല്ല, നിന്റെ വിരോധം ജയിക്കുന്ന പകലല്ല, എൻ്റെ ദൈവം നിനക്ക് മുമ്പായി ഒന്ന് എഴുന്നേൽക്കുകയാണ്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെശയ്യാവ് 45-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരേശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അവൻ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. 2-ാമത്തെ വാക്യം, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയും ചെയ്യും. ഈ 2 വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ അഭിഷക്തനായ കോരേശിനോട് പറഞ്ഞത് നാം സ്വീകരിക്കണം. ഇതാ ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും എൻ്റെ കർത്താവ് എൻ്റെ വലം കൈ പിടിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ എഴുന്നേൽപ്പ് കാണും. ഹല്ലേലൂയ. ദൈവം നിന്റെ അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ രാത്രി പരാജയമെന്ന് തോന്നിയാലും നിന്റെ പടകിൽ അവൻ എഴുന്നേറ്റ പടകിനെ നിറയ്ക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ എൻ്റെ കർത്താവ് പറയുന്നു, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വല കൈ പിടിച്ചിരിക്കുന്നു. ഇതാ ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ കണ്ണിച്ചു കളയും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതം ഒരു അത്ഭുത പ്രഭാതമായി മാറുകയാണ്. എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവരുടെ ജീവിതത്തിനകത്ത് ഒരു എഴുന്നേൽപ്പ്, ഒരസാധാരണ ദൈവപ്രവൃത്തി, നിങ്ങളുടെ കണ്ണുനീര് മാറാൻ പോകുകയാണ്. ഈ പ്രഭാതത്തിൽ അത്ഭുതകരമായ വിടുതൽ. ജോലിക്ക് വേണ്ടി നാളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരും നിനക്ക് വേണ്ടി ദൈവം വഴി തുറക്കാൻ പോകുന്നു. ഒരു സൗഖ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചവർ ഇപ്പോൾ മുതൽ ദൈവത്തിൻ്റെ എഴുന്നേൽപ്പ് കാണണം. എൻ്റെ കുടുംബത്തിനകത്ത് സമാധാനമില്ലെന്ന് പറഞ്ഞവർ ഇതാ വലിയ ശാന്തത കാണാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ എഴുന്നേൽപ്പ് വിശ്വസിച്ചുകൊണ്ട്, കർത്താവെ ഇന്ന് നീ എൻ്റെ ഭവനത്തിൽ ഒരു അത്ഭുതം ചെയ്യും, എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുതം ചെയ്യും, അങ്ങനെ വിശ്വസിക്കുന്നവർ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം അങ്ങയുടെ എഴുന്നേൽപ്പ് ഞങ്ങൾ കാണുന്നതിനായി സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറയുവാൻ, അങ്ങയുടെ അത്ഭുതകരം വെളിപ്പെട്ടെന്ന് പറയുവാൻ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. ഞങ്ങൾ ജീവിക്കുന്ന ദൈവത്തെ സേവിക്കുന്നു. ഒരു അത്ഭുതം ഇപ്പോൾ കർത്താവ് ചെയ്തു. കർത്താവെ അങ്ങയുടെ അത്ഭുത വഴിക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്തു. അങ്ങ് എഴുന്നേറ്റൊന്ന് കാണാൻ തക്കവണ്ണം ഞങ്ങൾ സാക്ഷ്യം പറയുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എന്നെ കേൾക്കുന്ന ഒരു യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. ആ കുടുംബം കൂടെ വലിയ വിടുതലേക്ക് വരുന്നത് നമുക്ക് കാണുവാനായിട്ട്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ സൂമിലെ ആരാധനയ്ക്ക് വേണ്ടി എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിലെ ആരാധന നടക്കുന്നു. അനേകർക്ക് അനുഗ്രഹമാണ്. നിങ്ങളെ ക്ഷണിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.